ആളുകൾ ക്രിറ്റിസൈസ് ചെയ്ത് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഒരു കാരണം വളരെ മോശമായ സിനിമയ്ക്ക് പോലും നല്ല റിവ്യൂ പറഞ്ഞ ആൾക്കാർ പോലും ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മോശം പറയുന്ന കാരണം ഒരു കോമഡി പോലും കണ്ടിട്ട് ചിരിക്കാൻ പറ്റാത്ത സിനിമയ്ക്ക് പോലും നല്ല റിവ്യൂ പറഞ്ഞ ആൾക്കാരാണ് ഈ സിനിമ ചോദിക്കുന്നിടത്ത് തന്നെ ഇല്ല അതിനുള്ള ഉത്തരം. അല്ല നിങ്ങൾ പറയുമ്പോൾ മീഡിയാസിനെ നിങ്ങൾ ഉദ്ദേശിക്കുക ചില സമയത്ത് ഒറ്റപ്പെട്ട കുറച്ച് പറയുമ്പോൾ മൊത്തത്തിൽ വരുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. കാരണം ഈ പറയുന്ന പല ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയണം, അതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഞങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളുടെ മീഡിയ സുഹൃത്തുക്കൾക്കാണ് ഇത് കുറച്ചുകൂടെ ഇത് എന്താണ് എൻ്റെ ഒരു പ്രൂഫ് വഴി കണ്ടെത്തി തരാൻ പറ്റുള്ളൂ. അതൊന്ന്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ റിവ്യൂസ് പറയുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ട് അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മൊത്തത്തിലുള്ള കാര്യമാണ്. അതിപ്പോൾ സിനിമ എന്നുള്ളത് മാത്രമല്ല. ഇപ്പം നമ്മളൊരു ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല എൻ്റെ ഡാൻസും പാട്ടും എന്നൊക്കെയാണ്. ഈ ഒരു ആർട്ടായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ്. നമ്മൾ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് ഇട്ട് കീറി മുറിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തൊക്കെ പറയുന്ന കാര്യം അതത്ര നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഇയാളെ വീട്ടിലിരുത്താം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇവിടെ വരാത്ത രീതിയിലാക്കാം എന്നുള്ളത് എല്ലാ മേഖലകളിലും ആരൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ചൊരു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ സിനിമയിൽ തമാശ പോലും ഇല്ലാത്ത ചില സിനിമകളിൽ ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾ ചിരിച്ചു പോയി എന്ന് പറയുന്നത് തരത്തിലുള്ള റിവ്യൂസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് വ്യക്തിപരമായിട്ട് വല്ലാതെ നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി പറയുന്നത് പോലെയല്ല വ്യക്തിപരമായിട്ട്. അതിപ്പോൾ അയാളെ എല്ലാവർക്കും ഒരേ മനക്കെട്ടി ആയിരിക്കില്ല ചിലപ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ട്. അപ്പം കുറച്ചുകൂടെ നമ്മൾ ചിലപ്പോൾ അവരുടെ ജീവിതമേ ഇല്ലാതാക്കി വരിക്കും. അപ്പോൾ അത്തരം പ്രവണതകളിലേക്ക് പോകാതിരിക്കൂ എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ എല്ലാ മീഡിയാസും സുഹൃത്തുക്കളും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായിട്ടുള്ള കീറുമുറിക്കൽ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു.